മുകേഷ് ഒരു പാവപ്പെട്ട വീട്ടിലെ പയ്യനാണ്. അവൻ തന്റെ ഭാര്യ പൂനം പിന്നെ മകൻ ചീക്കുവിനോടൊപ്പം ജീവിക്കുന്നു. അവൻ മൺപാത്രങ്ങൾ തയ്യാറാക്കുമായിരുന്നു. ആരും വാങ്ങാത്തപ്പോൾ ഈ മൺപാത്രങ്ങൾ തയ്യാറാക്കിയ എന്താ പ്രയോജനം? വരൂ, വന്ന് കഴിക്കൂ. ഒരുപാട് നേരമായി പണി ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് സമയം ജോലി നോക്കിയില്ലെങ്കിൽ നമുക്ക് എങ്ങനെ 3 നേരം കഴിക്കാൻ പറ്റും? കുറച്ച് പാത്രം ബാക്കിയുണ്ട്, അത് ഞാൻ ഉണ്ടാക്കിയിട്ട് വരാം. അച്ഛാ, എനിക്ക് മൺപാത്രങ്ങൾ തയ്യാറാക്കാൻ പഠിപ്പിക്കൂ. ഇപ്പോൾ നീ ചെറിയ കുട്ടിയാണ്. നീ വളർന്നു വലുതാകുമ്പോൾ കലം എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിപ്പിച്ചു തരാം. വിടൂ, നിങ്ങളുടെ മകനിത് പഠിപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ഈ ജോലിയിൽ നിന്ന് എന്ത് കിട്ടി? ഇവനെ ഞാൻ നന്നായി പഠിപ്പിച്ച് വലിയ ആളാക്കും. എന്നാൽ നമ്മുടെ പാരമ്പര്യ തൊഴിൽ ഇതല്ലേ? അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇത് കൈവിടാനേ പാടില്ല. ഇങ്ങനത്തെ കല പഠിക്കുന്നത് കൊണ്ട് എന്താ പ്രയോജനം? ഒരു പ്രയോജനവുമില്ല. കുറച്ച് ദിവസങ്ങളായി പൂനം മുകേഷിന് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ മുകേഷ് ആണെങ്കിലോ ഈ ജോലി വിടാൻ ഒട്ടും തയ്യാറായിരുന്നില്ല. ഒരു ദിവസം പൂനം മുകേഷിനോട് ഇങ്ങനെ പറഞ്ഞു: ഇവിടെ നിന്ന് കുറച്ചു ദൂരത്തിൽ ഒരു കോളേജ് തുറക്കുന്നുണ്ട്. അവിടെ ഒരു കടയുമില്ല. നമുക്ക് എന്തുകൊണ്ട് അവിടെ ഒരു ചായക്കട തുടങ്ങിക്കൂടാ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും ഈ മൺപാത്രങ്ങൾ കൊണ്ട് നമുക്ക് ഒരു ലാഭവുമില്ല. എന്തിനാ വെറുതെ സമയം കളയുന്നത്? പിന്നെ വീട്ടു ചെലവിന് പൈസയാണ് ആവശ്യം, മണ്ണല്ല. നീ എന്തിനാണ് വെറുതെ ഞാനുണ്ടാക്കുന്ന പാത്രങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? എന്നെങ്കിലും ഒരു ദിവസം ഇത് ഫേമസ് ആകും. എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേൾക്കണ്ട. എന്റെ ചേട്ടൻ കുറച്ച് പൈസ തന്നിട്ടുണ്ട്. നിങ്ങൾ ആ പൈസ കൊണ്ട് കോളേജിന് പുറത്ത് ചായക്കട തുടങ്ങൂ. അവിടെ പഠിക്കുന്ന കുട്ടികൾ തീർച്ചയായും ചായ കുടിക്കാൻ വരും. നീ തെറ്റിദ്ധരിച്ചതാണ്. കോളേജ് വരുന്നതിന് മുൻപ് അവിടെ ഒരുപാട് കടകളുണ്ട്. എന്റെ കട അവിടെ എങ്ങനെ റണ്ണാകും? പക്ഷേ പൂന അതൊന്നും ശ്രദ്ധിക്കാതെ മുകേഷിന്റെ കയ്യിൽ പൈസ കൊടുത്തു. പിന്നെ അവനെ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞയച്ചു. മുകേഷിന് പൂനമിനെതിരെ ഒന്നും സംസാരിക്കാനായില്ല. അതുകൊണ്ട് ആവശ്യമായ സാധനങ്ങൾ വാങ്ങി കോളേജിന് പുറത്ത് ചായക്കട തുടങ്ങി. അയ്യോ, ഞാൻ പറഞ്ഞതല്ലേ അവിടെ ഒരുപാട് കടയുണ്ടെന്ന്. എന്റെ ചായ ആരും കുടിക്കുന്നില്ല. ഇന്ന് വെറും 20 ചായയെ വിറ്റുള്ളൂ. വെറും 20 ചായ വിറ്റുള്ളൂ? ഇങ്ങനെ ആയ ശരിയാകില്ലല്ലോ. ഈ വരുമാനം നമ്മുടെ ചിലവിന് പോലും തികയാതാകും. പഞ്ചസാര വിലയും കൂടി. പിന്നെ ചായപ്പൊടിയോ ചോദിക്കേ വേണ്ട. അയ്യോ, അവിടെ എത്ര പേർ ചായ വിൽക്കുന്നുണ്ടെന്നറിയാമോ? ചിലവരത് കോളേജിന്റെ അകത്തും വിൽക്കുന്നു. ജനങ്ങൾ വേണം തീരുമാനിക്കാൻ എങ്ങനെയുള്ള ഭക്ഷണം കഴിക്കണം, എങ്ങനെയുള്ള ചായ കുടിക്കണം, പിന്നെ ആരുടെ കയ്യിൽ നിന്നും കുടിക്കണമെന്ന്. എന്റെ ചായ ആരും വാങ്ങുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നിട്ടും ചായക്കടയിൽ ഞാൻ ഇരിക്കണോ? ഞാൻ മര്യാദയ്ക്ക് കലമുണ്ടാക്കുന്ന തൊഴിൽ ചെയ്യുമായിരുന്നു. അത് നിനക്ക് ഇഷ്ടമാകുന്നില്ലേ? അച്ഛാ, നിങ്ങൾ വന്നോ? എനിക്ക് മൺപാത്രങ്ങൾ തയ്യാറാക്കാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾ കഴിഞ്ഞാഴ്ച വാക്ക് നൽകിയതാ, മറന്നു പോയോ? നിൽക്ക്, ഞാൻ നിനക്ക് പറഞ്ഞു തരാം. മുകേഷ് ആ ചക്രം എങ്ങനെ ചുറ്റണമെന്ന് പറഞ്ഞു കൊടുത്തു. ചീക്കു തന്റെ ചെറിയ കൈകൾ കൊണ്ട് പാത്രങ്ങൾ തയ്യാറാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. മുകേഷ് ചീക്കുവിന് പറഞ്ഞു കൊടുത്തതിന് ശേഷം ചായക്കടയിലേക്ക് പോയി. അവൻ തന്റെ ചായക്കടയിൽ കസ്റ്റമേഴ്സിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അപ്പോഴാണ് ചീക്കു ഓടിക്കൊണ്ട് മുകേഷിന്റെ അടുത്ത് വന്നത്. അച്ഛാ, ഞാൻ എന്ത് ചെയ്തോന്ന് നിങ്ങൾ നോക്കൂ. ആഹാ, കാണാൻ ഇഡ്ഡലി പോലെയുള്ള കപ്പുകൾ ഉണ്ടാക്കിയല്ലോ നീ. ഞാൻ നിനക്ക് നന്നായി കപ്പുണ്ടാക്കാൻ പഠിപ്പിച്ചു തന്നതല്ലേ? നീ എന്തായി ചെയ്തു വെച്ചിരിക്കുന്നത്? അച്ഛാ, എനിക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. കുഴപ്പമില്ല മോനെ, നീ ഒരു വട്ടം കൂടി ട്രൈ ചെയ്യേ. നല്ല കപ്പുണ്ടാക്കാം. അത് കഴിയുമ്പോൾ നന്നായി കലമുണ്ടാക്കാനും നീ പഠിക്കും. ചെറിയ കാര്യങ്ങളിലൂടെ വേണം നമ്മൾ തുടങ്ങാൻ. ചീക്കു ഇഡ്ലി പോലുള്ള ആ കപ്പ് ചായക്കടയിൽ തന്നെ വെച്ച് വീട്ടിലേക്ക് പോയി. അപ്പോഴാണ് ഒരാൾ ചായ കുടിക്കാനായി അവിടെ വന്നത്. ചേട്ടാ, ഒരു കപ്പ് ചായ തരൂ. അതെനിക്ക് മണ്ണ് കൊണ്ടുണ്ടാക്കിയ കപ്പിലും തരൂ. ചേട്ടാ, എന്റെ കയ്യിൽ മണ്ണ് കൊണ്ടുണ്ടാക്കിയ കപ്പില്ല. പകരം ഡിസ്പോസലാണുള്ളത്. അതിലാണ് ഞാൻ ചായ കൊടുക്കുന്നത്. എടോ, താനെന്തിനാ കള്ളം പറയുന്നത്? ഇതാ ഇരിക്കുന്നില്ലേ? അയ്യോ, അത് എന്റെ മകൻ ഉണ്ടാക്കിയതാ. എടോ, ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. കറക്റ്റ് ഇഡ്ഡലി പോലെ. എനിക്ക് ഈ കപ്പിൽ തന്നെ ചായ താ. കസ്റ്റമർ അങ്ങനെ വാശി പിടിച്ചതുകൊണ്ട് മുകേഷ് ആ ഇഡ്ലി പോലത്തെ കപ്പിൽ തന്നെ ചായ കൊടുത്തു. ആ കസ്റ്റമറിന് ഇഡ്ലി കപ്പിൽ നിന്ന് കുടിച്ച ചായ വളരെ ഇഷ്ടപ്പെട്ടു. അവൻ കോളേജിലുള്ള എല്ലാവരോടും പറഞ്ഞു. എല്ലാവരും ആ ഇഡ്ലി കപ്പിൽ തന്നെ ചായ കുടിക്കാൻ ആഗ്രഹിച്ചു വന്നു. പൂനം, ഇന്നൊരു അത്ഭുതം സംഭവിച്ചു. ജേക്കബ് ഉണ്ടാക്കിയ ആ ഇഡ്ഡലി കപ്പിലാണ് എല്ലാവരും ചായ കുടിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ രാത്രി മുഴുവനും ആ ഇഡ്ഡലി കപ്പുണ്ടാക്കി അതിലാണ് എല്ലാവർക്കും ചായ കൊടുക്കുന്നത്. ഇതിലൂടെ എന്റെ കച്ചവടവും നന്നായി നടക്കുന്നുണ്ട്.
ആഹാ, ഇഡ്ലി ചായയോ? അതിനൊരു പ്രത്യേക രുചിയുണ്ടാകും. ചിക്കു, നീ അത്ഭുതം ചെയ്തു. ആ ഇഡലി പോലെയുള്ള കപ്പുണ്ടാക്കിയത് നന്നായി മോനെ. ആരുടെ മകനാണ്? നമ്മുടെ മകൻ ഒരു ദിവസം വലിയ ആളാകുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. കണ്ടോ, നിങ്ങളുടെ ചായ വ്യാപാരത്തിൽ അവനെ ഇത്ര സഹായിച്ചു എന്ന്. എല്ലാവരും ആ ഇഡലി കപ്പിൽ ചായ കുടിക്കുമ്പോൾ അവരത് നന്നായി ആസ്വദിച്ചാണ് കുടിക്കുന്നത്. ഞങ്ങൾക്കും ആ ഇഡ്ലി ചായ തരുമോ? പൂനം ആ ഇഡ്ലി കപ്പിൽ നിന്ന് ചായ കുടിച്ചതും അവൾക്ക് ആ രുചി വളരെ വ്യത്യസ്തമായി തോന്നി. അവൾ വളരെ സന്തോഷിച്ച് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ അല്ലെങ്കിൽ വളരെ നന്നായി ചായ ഉണ്ടാക്കും. ഇപ്പൊ ഈ ഇഡ്ലി കപ്പിൽ ചായ ഒഴിച്ചതും ആ ചായയുടെ ടേസ്റ്റ് വളരെ കൂടിയിട്ടുണ്ട്, അറിയോ? ആ, ഇതാണ് ഇഡലി ചായ. അതുകൊണ്ട് ഇതിന്റെ ടേസ്റ്റും വളരെ നല്ലതാണ്. ഇതിൽ ഇഡലിയുടെ മണവും വരും. ഇത് കുടിക്കുമ്പോൾ ചായയുടെ കൂടെ ഇഡലി കഴിക്കുന്ന ഒരു ഫീലും കിട്ടും. നിങ്ങൾ പറഞ്ഞത് ശരിയാ. ആ കോളേജിൽ ഒരുപാട് സൗത്ത് ഇന്ത്യൻസ് ആണ് ഉള്ളത്. അതുകൊണ്ടാണ് ഈ ഇഡ്ലി ചായ വളരെ ഇഷ്ടപ്പെട്ട് കുടിക്കുന്നത്. ഇപ്പൊ മുകേഷ് ഇഡ്ലി ചായക്കാരനെന്ന് വളരെ ഫേമസ് ആയി. ഇപ്പൊ എല്ലാരും അവന്റെ ഇഡ്ലി ചായ കുടിക്കാൻ ആഗ്രഹിച്ചു. എന്തെന്നാൽ അവന്റെ ഇഡ്ലി ചായ വളരെ ടേസ്റ്റ് ആയിരുന്നു. എടോ, തന്റെ ആ ഇഡലി ചായ വളരെ നന്നായിട്ടുണ്ട്. ഇതിൽ വളരെ ഡിഫറൻ്റ് ആയ ടേസ്റ്റാ ഉള്ളത്. എനിക്ക് ഇവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, അവിടെ ഈ ചായ ഉണ്ടാക്കി തരാമോ? എന്നാൽ ഞാൻ, എടോ താൻ വിഷമിക്കണ്ട, വരുന്ന ലാഭത്തിലുള്ള പങ്ക് തനിക്കും തരാം. ഞങ്ങളുടെ റെസ്റ്റോറന്റിൽ താൻ ജോലി നോക്കിയാൽ മാത്രം മതി. ഈ ഇഡ്ഡലി ചായ ഞങ്ങളുടെ റെസ്റ്റോറന്റിൽ വെച്ച് സെയിൽ ചെയ്യൂ. ആ ഇല്ല സാർ, ജനങ്ങൾക്കൊരു നല്ല ചായ കൊടുക്കാനാണ് ഞാൻ ഈ ചായ വിൽക്കുന്നത്, എന്റെ ലാഭത്തിന് വേണ്ടിയല്ല. ഈ ചായ കുടിച്ചിട്ട് അവർ സന്തോഷിക്കുമ്പോൾ എനിക്കെന്റെ ലാഭം ലക്ഷക്കണക്കിന് സമ്പാദിക്കുന്ന ഫീലാ കിട്ടുന്നത്. നിങ്ങളുടെ റെസ്റ്റോറന്റിൽ എന്തായാലും ദരിദ്രരൊന്നും വരാൻ പോകുന്നില്ല. എന്റെ ചായക്കടയിലേക്ക് എല്ലാ തരത്തിലുമുള്ള ആൾക്കാർ വരും. ഈ ഇഡലി ചായ ഞാൻ എല്ലാവർക്കും വിൽക്കും, വെറും ധനികർക്ക് മാത്രമല്ല. എടോ, താൻ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തന്നോട് അഭിമാനം തോന്നുന്നു. ഞാൻ വെറുതെ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്തതാ. ഈ ഇഡലി ചായ ഇപ്പോൾ നന്നായി സെയിലാകുന്നില്ലേ, അതിൽ തനിക്ക് അഹങ്കാരമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തു. എന്നാൽ താൻ വളരെ സത്യസന്ധനാണ്. ഈ ചായക്കട നന്നായി ഗ്രോത്ത് ആകണമെന്ന് ഞാൻ ദൈവത്തിനോട് എന്നും പ്രാർത്ഥിക്കാം. ഇങ്ങനെ തന്നെ കസ്റ്റമേഴ്സ് ഇവിടെ വന്നുകൊണ്ടേയിരിക്കട്ടെ. മുകേഷ് ഇതുപോലെ എല്ലാവർക്കും സേവനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അവൻ തന്റെ ചെറിയ കടയിൽ തന്നെ ഇഡ്ലി ചായ റെഡിയാക്കി വിറ്റുകൊണ്ടിരുന്നു. അത് ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ എല്ലാവരും അവനെ ഇഡ്ലി ചായക്കടക്കാരൻ മാമൻ എന്ന് പറഞ്ഞ് ഫേമസ് ആക്കി. ഇപ്പൊ അവനെക്കുറിച്ച് യൂട്യൂബിലും ന്യൂസ് ചാനൽസിലും വരാൻ തുടങ്ങി. ഒരുപാട് പേർ അവന്റെ ഇഡ്ലി ചായ കുടിക്കാൻ ദൂരത്തു നിന്നും വന്നു. ഇപ്പൊ അവൻ മുകേഷ് ചായക്കാരനല്ല, അവൻ ഇഡ്ലി ചായക്കാരനായി മാറി. രമാകാന്ത് ഒരു ഡാബ ഓണറായിരുന്നു. അയാളുടെ ഡാബ ഹൈവേയിലുമായിരുന്നു. അതുകൊണ്ട് അവിടെ കസ്റ്റമേഴ്സിന്റെ ഒരു കൂട്ടം തന്നെ എപ്പോഴും ഉണ്ടായിരുന്നു. ചേട്ടാ, ഒരു ചോളപ്പൂരി, ഒരു പുലാവ്, ഒരു ദാൽ കിച്ചടി, കുറച്ച് വേഗം തരൂ. ആ ശരി ശരി, നിങ്ങൾ ഇരിക്കൂ. രമാകാന്ത് അദ്ദേഹത്തിന്റെ ഡാബയിൽ ഒരുപാട് സമയം ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ രാത്രി ഒരുപാട് ലേറ്റായി വീട്ടിൽ പോയപ്പോൾ അയാളുടെ മകൾ നീലിമ അയാൾക്കു വേണ്ടി കാത്തുനിന്നു. മോൾ ഇപ്പോഴും ഉറങ്ങിയില്ലേ? അച്ഛാ, അച്ഛൻ കഴിക്കുന്നതിന് മുൻപ് ഞാൻ എന്തെങ്കിലും ഉറങ്ങിയിട്ടുണ്ടോ? പറയേ. ഇതുവരെ അങ്ങനെയല്ല, ഇനി സംഭവിക്കാമല്ലോ. അതെന്താ അച്ഛാ? എന്തുകൊണ്ടെന്നാൽ ഞാൻ നിന്റെ വിവാഹത്തിന് വേണ്ടി ചെക്കനെ ആലോചിച്ചു. എന്താ അച്ഛാ, എനിക്ക് കല്യാണം ഒന്നും കഴിക്കണ്ട. എല്ലാ പെൺകുട്ടികളും ഇങ്ങനെ തന്നെയാ പറയുന്നത്. എന്നാൽ അമ്മായി അമ്മയുടെ വീട്ടിൽ പോയതും അവരുടെ അമ്മയും അച്ഛനെയും അങ്ങ് മറന്നു കളയും. അവരങ്ങനെ ചെയ്യുമായിരിക്കും, പക്ഷേ ഞാൻ അങ്ങനെയല്ല. അച്ഛാ, നമ്മളുടെ കൂടെ നിൽക്കുന്നത് പോലെ ഒരു പയ്യനെ അച്ഛൻ എനിക്ക് വേണ്ടി നോക്കിക്കൂടെ? നിങ്ങളുടെ മകളുടെ ആഗ്രഹം കണ്ടോ? ഇവിടെ നോക്കുമോളെ, നീ ഏതെങ്കിലും ഒരു വീട്ടിൽ പോയേ പറ്റൂ. അതല്ലേ നാട്ടുനടപ്പ്. അപ്പോൾ അച്ഛൻ എന്നെ അച്ഛനിൽ നിന്ന് അകറ്റാൻ പോവുകയാണോ? അങ്ങനെയൊന്നുമില്ല. എന്നാൽ നിന്നെ വിവാഹം കഴിച്ച് അയച്ചല്ലേ പറ്റൂ. ഞാൻ നിനക്ക് എങ്ങനെയുള്ള ചെക്കനെയാണ് അന്വേഷിക്കുന്നതെന്ന് അറിയാമോ? അവൻ നിന്നെ നോക്കുമ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഓർമ്മകൾ നിനക്ക് വരാൻ പാടില്ല. അച്ഛനും തുടങ്ങിയോ? അയ്യോ, രണ്ടുപേരും സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ കഴിക്കാൻ വരൂ. നേരം രാത്രിയായി. ശരി. രമാകാന്ത് അദ്ദേഹത്തിന്റെ മകളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അയാളുടെ മകൾ മറ്റൊരു വീട്ടിലേക്ക് വിവാഹം കഴിഞ്ഞു പോകും. അതുകൊണ്ട് ഇപ്പോൾ രമാകാന്ത് വീണ്ടും ഒരുപാട് സമയം ഡാബയിൽ ജോലി ചെയ്തുകൊണ്ട് നിന്നു. എന്തു പറ്റി മുതലാളി? ഇന്ന് ഇത്ര സമയമായല്ലോ.
എന്നാൽ ഡാബ അടയ്ക്കുന്നതേയില്ല. സമയമൊക്കെ ആയി. എന്നാൽ ഇനിയും കസ്റ്റമേഴ്സ് വരുമോ എന്ന് ഞാൻ നോക്കുക. എന്റെ മകളുടെ കല്യാണത്തിന് വേണ്ടി പണമുണ്ടാക്കണ്ടേ? ശരി മുതലാളി, മുതലാളിയുടെ മകളുടെ കല്യാണം നമുക്ക് ഗ്രാൻഡായി നടത്താം. ഉറപ്പായും. രമാകാന്തിന്റെ ജോലിക്കാരും അയാളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അവരും അവിടെ ഓവർ ടൈം ജോലി ചെയ്തു. ഒരു മാസത്തിന് ശേഷം നീലിമയെ കാണാൻ പയ്യന്റെ വീട്ടിൽ നിന്നും ആൾക്കാർ വന്നു. അവർക്ക് നീലിമയെ ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്തു. 2 മാസങ്ങൾക്ക് ശേഷം ഒരു നല്ല മുഹൂർത്തമുണ്ട്. ഇവരുടെ വിവാഹം നമുക്ക് അന്ന് വെച്ചാലോ? ശരി സ്വാമിജി. നീലിമയുടെ കല്യാണം ഉറപ്പിച്ചതിൽ എല്ലാവരും ഒരുപാട് സന്തോഷിച്ചു. രമാകാന്ത് എല്ലാ വശങ്ങളിൽ നിന്നും പണം സംഭരിച്ചുകൊണ്ടേയിരുന്നു. തന്റെ മകളുടെ കല്യാണത്തിന് ഒരു കുറവും വരുത്തരുതെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. എന്നാൽ ഒരു ദിവസം അദ്ദേഹം ഒരുപാട് ധൃതിയിൽ ഹൈവേ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു ട്രക്ക് വന്ന് ഇടിച്ചു. അദ്ദേഹം അവിടെ തന്നെ മരിക്കുകയും ചെയ്തു. ഏത് വീട്ടിലാണോ കല്യാണം നടക്കേണ്ടത്, ഇപ്പോൾ ആ വീട്ടിൽ മരണം സംഭവിച്ചു. വീടിന്റെ ഗ്രഹനാഥൻ തന്നെ മരിച്ചു. ഇപ്പോൾ സരിതയ്ക്കും നീലമയ്ക്കും ആരുമില്ല. കുറച്ചു നാളുകൾക്ക് ശേഷം കിഷോർ രമാകാന്തിന്റെ വീട്ടിലേക്ക് വന്നു. ആ പെങ്ങള്, നിങ്ങളുടെ ഭർത്താവ് എൻ്റെ കയ്യിൽ നിന്നും 2 ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു. മകളുടെ കല്യാണത്തിന് വേണ്ടി. കല്യാണം കഴിയുമ്പോൾ തരാമെന്ന് പറഞ്ഞു. എന്നാൽ അദ്ദേഹം ഇപ്പോൾ ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ പണം ആര് തിരിച്ചു തരും? ചേട്ടാ, അദ്ദേഹം ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല. അതൊന്നും എനിക്കറിയണ്ട. നിങ്ങൾ പറയൂ, എൻ്റെ പണം ആര് തിരിച്ചു തരുമെന്ന്. ഞാൻ തിരിച്ചു തരാം. എന്റെ അച്ഛന്റെ എല്ലാ കടവും ഞാൻ തീർക്കാം. നിങ്ങൾ എനിക്ക് വെറും 6 മാസം സമയം തന്നാൽ മതി. ശരി, എന്നാൽ ഞാൻ 6 മാസം കഴിയുമ്പോൾ തിരിച്ചു വരും. എന്നാൽ അതിനുള്ളിൽ പണം റെഡിയാക്കി വെച്ചോളൂ. സരിത തലയിൽ കൈവച്ച് ഇരുന്നു. അമ്മേ, അമ്മ വിഷമിക്കണ്ട. എല്ലാം ശരിയാകും. എന്നാൽ ഈ കടമെല്ലാം നമ്മൾ എങ്ങനെ തീർക്കും? ജോലി ചെയ്യും. ഞാൻ അച്ഛന്റെ ഡാബ നടത്താം. എന്നാൽ മോളെ, നീ എങ്ങനെ ഇതൊക്കെ ചെയ്യാനാ? ചെയ്യും അമ്മേ. അച്ഛൻ എന്റെ ഒപ്പം തന്നെയുണ്ട്. അങ്ങനെ നീലിമ അടുത്ത ദിവസം തന്നെ ഡാബയിലേക്ക് പോയി. മുത്തശ്ശ, ഇനി മുതൽ ഞാൻ ഡാബ നടത്താം. ശരി മോളെ. മോളുടെ അച്ഛൻ ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും മോളുടെ കൂടെ ഉണ്ട്. നിങ്ങളിൽ നിന്ന് ഇതാണ് പ്രതീക്ഷിക്കുന്നത്. ഡാബയിൽ വണ്ടികൾ നിൽക്കാൻ തുടങ്ങി. ജനങ്ങൾ കഴിക്കാനും വന്നുകൊണ്ടിരുന്നു. നീലിമ എല്ലാവരുടെയും ഓർഡറും പിന്നെ പണവും വാങ്ങിയിരുന്നു. അവൾ പകൽ മുതൽ രാത്രി വരെ ഡാബ നോക്കി നടത്തി. ഡാബ അടയ്ക്കുന്ന സമയം നീലിമ പണം എത്ര കിട്ടിയെന്ന് നോക്കി. ഇന്ന് വെറും 3000 രൂപയേ കിട്ടിയുള്ളൂ. 1500 രൂപയേ ഉള്ളൂ ലാഭം. ഇങ്ങനെ തന്നെ പോയാൽ ഞാൻ കിഷോർ അമ്മാവന്റെ കടം എങ്ങനെ തീർക്കും? ദൈവമേ, എന്നെ സഹായിക്കൂ. ഇങ്ങനെ കുറെ നാളുകളായി നീലിമ കഷ്ടപ്പെട്ട് ജോലി നോക്കിക്കൊണ്ടേ നിന്നു. എന്നാൽ അവൾ സമ്പാദിക്കുന്ന ലാഭം വളരെ കുറവായിരുന്നു. അവളിപ്പോൾ ഒട്ടും സന്തോഷത്തിലേയല്ല. ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം എല്ലാ ജോലിക്കാരും പുറപ്പെട്ടു പോയി. അപ്പോൾ നീലിമ ഡാബ ക്ലോസ് ചെയ്യാനും തുടങ്ങി. അപ്പോഴാണ് ഒരു വൃദ്ധനായ ഗുരു നീലിമയുടെ അടുത്തേക്ക് വന്നത്. നോക്കൂ മോളെ, ഞാൻ 2 ദിവസമായി പട്ടിണിയാണ്. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാമോ? വരൂ, ഇരിക്കൂ. എന്നാൽ മോളെ, നിനക്ക് തരാനായി എന്റെ കയ്യിൽ പണമൊന്നുമില്ല. കുഴപ്പമില്ല. നീലിമ കിച്ചണിലേക്ക് പോയി. അവിടെ മെഴുക്കുവരട്ടിയുണ്ടായിരുന്നു, എന്നാൽ റൊട്ടിയില്ല. അവിടെ റൊട്ടിയുണ്ടാക്കാനുള്ള മാവുള്ളത് നീലിമ കണ്ടു. അവൾ ഉടനെ അടുപ്പ് കത്തിച്ച് ഒരു കലത്തിൽ 2 റൊട്ടികൾ ഉണ്ടാക്കിയെടുത്തു. പിന്നെ മെഴുക്കുവരട്ടിയോടൊപ്പം അവൾ ഉണ്ടാക്കിയ റൊട്ടികൾ ആ ഗുരുവിന് വിളമ്പിക്കൊടുത്തു. ഗുരു ഒരുപാട് വിശപ്പിലായിരുന്നു. ഭക്ഷണം കണ്ടതും അദ്ദേഹം കഴിക്കാൻ തുടങ്ങി. കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തന്റെ കൈകളും കഴുകി. ഒരുപാട് നന്ദി മോളെ. നീ ഇന്ന് ഒരു ദരിദ്രന്റെ വയറ് നിറച്ചു. ദൈവം എപ്പോഴും നിന്നെ നന്നായി നോക്കും. ദൈവത്തിനോട് ഞാൻ ഉറപ്പായും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എനിക്ക് വേണ്ടി വേണ്ട, എന്റെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാമോ? അദ്ദേഹം ഈ ലോകത്തിലില്ല. കുറച്ചു നേരത്തിനുള്ളിൽ ആ ഗുരു നീലിമയുടെ ഭൂതകാലത്തെക്കുറിച്ച് മനസ്സിലാക്കിയെടുത്തു. നീ യഥാർത്ഥത്തിൽ വളരെ നല്ലൊരു കുട്ടിയാണ്. നിന്റെ ഈ പോരാട്ടത്തിൽ ഉറപ്പായും ഞാൻ നിന്നെ സഹായിക്കാം.
ഏത് പാത്രത്തിൽ നീ ഈ റൊട്ടി ഉണ്ടാക്കിയോ ആ പാത്രം ഇന്നു മുതൽ ഒരു മാന്ത്രിക പാത്രമായി മാറും. ആരൊക്കെ നീ ആ പാത്രം കൊണ്ടുണ്ടാക്കി കൊടുത്ത റൊട്ടി കഴിക്കുന്നു അവർ ഉറപ്പായും മറ്റൊരു റൊട്ടി കൂടെ കഴിക്കാതെ പോവുകയേയില്ല. അതിലൂടെ നിനക്ക് ഉറപ്പായും പല മടങ്ങ് പണവും സമ്പാദിക്കാൻ കഴിയും. ആ ഗുരു നീലിമയ്ക്ക് ആശീർവാദവും നൽകി അവിടെ നിന്നും പുറപ്പെട്ടു പോയി. അങ്ങനെ നീലിമ ഡാബയും ക്ലോസ് ചെയ്ത് വീട്ടിലേക്കും പോയി. അടുത്ത ദിവസം നീലിമ ഡാബ തുറന്നു. എപ്പോഴത്തെയും പോലെ കസ്റ്റമേഴ്സും വന്നു. ഒരു കസ്റ്റമർ കലം കൊണ്ടുള്ള റൊട്ടി ഓർഡർ ചെയ്തു. ഒരു കലം റൊട്ടി കൂടി. അയാൾ രണ്ടാമത്തെ റൊട്ടിയും കഴിച്ചു. ഒരെണ്ണം കൂടി താമോളെ. അയ്യോ, എന്താ നീ മൂന്നാമത്തെ കലം റൊട്ടിയാ ചോദിക്കുന്നത്? എന്ത് ചെയ്യാനാ, ഇതുവരെ ഞാൻ ഇത്രയും രുചിയുള്ള കലം റൊട്ടി കഴിച്ചിട്ടേയില്ല. നീയും കഴിച്ചു നോക്ക്. പിന്നെ എന്താ, ആരൊക്കെ കലം കൊണ്ടുള്ള റൊട്ടി ഓർഡർ ചെയ്തോ അവർ വീണ്ടും വീണ്ടും ഓർഡർ ചെയ്തുകൊണ്ടേയിരുന്നു. ദിവസം മുഴുവനും കലം കൊണ്ടുള്ള റൊട്ടി ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. രാത്രിയായപ്പോൾ നീലിമ പണം എത്ര വന്നെന്ന് നോക്കിയപ്പോൾ അവൾ ഷോക്കായിപ്പോയി. ഒരു ദിവസം കൊണ്ട് അവളുടെ ലാഭം 10 മടങ്ങായി മാറി. ഇന്നത്തെ ലാഭം 15,000 രൂപയോ? അവൾ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി തന്റെ അമ്മയോട് എല്ലാ കാര്യവും പറഞ്ഞു. മോളെ, ഇതെങ്ങനെ സാധിച്ചു? അമ്മേ, ഇതെല്ലാം ആ ഗുരുവിന്റെ ആശീർവാദമാ. അദ്ദേഹത്തിന്റെ ആശീർവാദത്താൽ ആ കലം മാന്ത്രിക കലമായി മാറി. ഇനി അച്ഛന്റെ കടമെല്ലാം നമുക്ക് വേഗം അടയ്ക്കാം. ദൈവത്തിന് 1000 നന്ദി. നീലിമ ഇപ്പോൾ സന്തോഷത്തിലാണ്. അവൾ ഡാബയിൽ വളരെ സന്തോഷത്തോടെ ജോലി ചെയ്തു. 1 മാസത്തിനു ശേഷം കിഷോർ നീലിമയുടെ ഡാബയിലേക്ക് വന്നു. നോക്കുമോളെ, നിനക്ക് ഓർമ്മയില്ലേ? 1 മാസം ഇപ്പോൾ കഴിഞ്ഞു. ആ, ഓർമ്മയുണ്ട്. നീലിമ ടേബിളിൽ നിന്ന് 2 ലക്ഷം രൂപയെടുത്ത് അത് കിഷോറിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇതാ നിങ്ങളുടെ പണം. ഇത്ര പെട്ടെന്നോ? മോളെ, ഇത്രയും പണം നീ എങ്ങനെ ഇത്ര വേഗം റെഡിയാക്കി? ദൈവത്തിന്റെ കൃപ കൊണ്ട്. നീലിമ കിഷോറിന്റെ ചെവിയിൽ അവളുടെ മാന്ത്രിക കലത്തിനെ കുറിച്ച് പറഞ്ഞു. അന്നു മുതൽ കച്ചവടം നന്നായി നടക്കുന്നുണ്ട്. വരുമാനവും കൂടിയിട്ടുണ്ട്. നല്ല കാര്യം. ഇനി വരുന്ന കാലം മോള് നന്നായി ജീവിക്കേ. എന്റെ ആശീർവാദം എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. കിഷോർ നീലിമയെ ആശീർവദിച്ച് അവിടെ നിന്നും പോയി. എന്നാൽ അയാളുടെ മനസ്സിൽ അസൂയയുണ്ടായിരുന്നു. രാത്രി ഡാബ ക്ലോസ് ആയതിനു ശേഷം കിഷോർ ആ മാന്ത്രിക കലം കൈക്കലാക്കാൻ വേണ്ടി ഡാബയിലേക്ക് വന്നു. എന്നാൽ കിഷോർ ആ കലത്തിൽ തൊട്ട ഉടനെ കലം ചൂടാകാനായി തുടങ്ങി. ആ കലം അപ്പോൾ എത്ര ചൂടായെന്നാൽ അത് ചുമന്ന നിറത്തിലും മാറി. ഇതിൽ കിഷോറിന്റെ കൈയും പൊള്ളി. എന്റെ കയ്യ്, അയ്യോ എന്റെ കയ്യ്. കിഷോറിന് അവന്റെ അത്യാഗ്രഹത്തിനുള്ള ശിക്ഷ കിട്ടി. അവന് ആ മാന്ത്രിക റൊട്ടി കലവും കിട്ടിയില്ല, അതോടൊപ്പം അയാളുടെ കൈകളും പൊള്ളിപ്പോയി. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അത്യാഗ്രഹപ്പെടാനേ പാടില്ല. ഇൻസ്റ്റാപൂർ എന്ന് പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ ജോളി എന്ന് പേരുള്ള ഒരാള് തന്റെ അച്ഛനമ്മമാരോടൊപ്പം ജീവിച്ചു വന്നു. ജോളിയോടൊപ്പം അയാളുടെ 2 കൂട്ടുകാരന്മാരുണ്ടായിരുന്നു, സമ്രാട്ട് പിന്നെ ജിഗ്നേഷ്. ഒരു ദിവസം ഇതുപോലെ അവർ പുറത്തു വെച്ച് കണ്ടുമുട്ടി. ജിഗ്നേഷ് പിന്നെ ജോളി, നിങ്ങൾക്ക് അറിയാമോ, എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. അതും സിറ്റിയിലുള്ള ഒരു വലിയ കമ്പനിയിലാണ്. ഇപ്പൊ ഞാൻ കുറെ പണം ഉണ്ടാക്കാൻ പോവുകയാണ്. എന്താ നീ സംസാരിച്ചോണ്ടിരിക്കുന്നത്? എനിക്കും സിറ്റിയിലുള്ള ഒരു വലിയ കമ്പനിയിൽ ജോലി കിട്ടിയിട്ടുണ്ട്. ശരി, നീ പറയൂ ജോളി, നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? ഞങ്ങൾ 2 പേർക്കും അറിയാലോ, ഞാൻ പകുതിയിൽ തന്നെ എൻ്റെ പഠിപ്പൊക്കെ നിർത്തിയതാണ്. പക്ഷേ ഇതുവരെ എനിക്കൊരു നല്ല ജോലി കിട്ടിയിട്ടേയില്ല. ഒരു പ്രശ്നമില്ല ജോളി, എല്ലാവർക്കും കൊണ്ടും കഴുകു പോലെ പറക്കാൻ പറ്റില്ല. ചില ആൾക്കാരൊക്കെ കോഴി പോലെ ഉണ്ടാവുമല്ലോ, അതും പക്ഷിയാണ്. പക്ഷെ അത് തറയുടെ മേലെ പറക്കാനേ പറ്റില്ല. ജിഗ്നേഷ്, നീ ഇങ്ങനെ പാവപ്പെട്ട ആൾക്കാരുടെ അടുത്ത് ഇക്കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല. അവന്റെ അമ്മ ഗ്രാമത്തിൽ ചായ വെക്കുന്ന ആളാണ്. അവനും അതേ ജോലി തന്നെ നോക്കാൻ പോവാണ്. ജോളി, അവൻ പറഞ്ഞ കാര്യം നീ സീരിയസ് ആയിട്ട് എടുക്കണ്ട. അവർ 2 പേരും സംസാരിച്ചത് കേട്ടിട്ട് ജോളിക്ക് അല്പം ദേഷ്യം വന്നു. അവൻ അവിടെ നിന്നും പോയി. പിന്നെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നതും അവന്റെ അമ്മ പറഞ്ഞു, സമ്രാട്ട് പിന്നെ ജിഗ്നേഷിന്റെ അമ്മ പറഞ്ഞു, അവർ 2 പേർക്കും പുതിയ ജോലി കിട്ടിയത്രേ. പിന്നെ നിനക്കെന്താ പറ്റിയത്? നീ എന്താ ഇത്ര വിഷമിച്ചിരിക്കുന്നേ? ഒന്നുമില്ല അമ്മേ, എൻ്റെ 2 ഫ്രണ്ട്സിനും കമ്പനിയിൽ നല്ല ജോലി കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതുവരെ ഒരു ജോലിയും കിട്ടിയിട്ടില്ലല്ലോ. എന്റെ മോനെ, നിനക്ക് ഞാനുണ്ടല്ലോ. അമ്മേ, നിങ്ങൾക്ക് ഒന്നും കുഴപ്പമില്ലല്ലോ? ഒന്നുമില്ല മോനെ, എനിക്ക് സുഖമാണ്. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഞാനുണ്ടല്ലോ. ഞാൻ വളരെ നന്നായിട്ട് ചായ വ്യാപാരം നോക്കുന്നു.
ജോളിയുടെ അമ്മ ചുമച്ച് ചുമച്ച് മയങ്ങി താഴേക്ക് വീണു. ജോളി ഗ്രാമത്തിലെ ഡോക്ടറെ വീട്ടിലേക്ക് വരുത്തി. അവർ ജോളിയുടെ അമ്മയെ ചികിത്സിച്ചു. ജോളി ഡോക്ടറിനോട് തന്റെ അമ്മയുടെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചു. എന്റെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു? നിന്റെ അമ്മയുടെ അവസ്ഥ വളരെ മോശമാണ്. ഇവരെ ഒരു ജോലിയും ചെയ്യാൻ അനുവദിക്കരുത്. ഈ പ്രിസ്ക്രിപ്ഷനിൽ എഴുതിയിരിക്കുന്ന ഗുളികകൾ ദിവസവും നിങ്ങളുടെ അമ്മയ്ക്ക് മുടങ്ങാതെ കൊടുക്കൂ. ഡോക്ടർ ആ സ്ഥലത്തു നിന്നും പോയി. അവർ പ്രിസ്ക്രിപ്ഷനിൽ എഴുതി കൊടുത്തിരുന്ന ഗുളികകളൊക്കെ നഗരത്തിൽ മാത്രം കിട്ടാവുന്ന ഗുളികകളാണ്. ഈ ഗുളിയൊക്കെ വല്ലാതെ കോസ്റ്റ്ലി ആണല്ലോ. പിന്നെ എന്റെ അടുത്ത് കാശും ഇല്ലല്ലോ. പക്ഷേ ഞാൻ എന്തെങ്കിലും ചെയ്തില്ലേ പറ്റുള്ളൂ. ജോളി തന്റെ അമ്മയുടെ ചായക്കടയുടെ അടുത്തേക്ക് ചെന്നു. പിന്നെ ചായ വ്യാപനം ചെയ്യാൻ തുടങ്ങി. ചായ ചായ നല്ല ചൂടുള്ള ചായ വാങ്ങിച്ചോളൂ. ജോളി ചായ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ജോളിയുടെ കൂട്ടുകാരൻ സമ്രാട്ടും പിന്നെ ജിഗ്നേഷും അവിടേക്ക് വന്നു. എന്നിട്ട് അവനോട് പറഞ്ഞു, എടാ എന്താ ഇത്, നീ ചായ വിൽക്കാനും തുടങ്ങിയോ? നിനക്ക് കുറച്ചും പോലും നാണമില്ലടാ. നീ ഇന്നും കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിനക്കൊരു ജോലിയെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. ജോളി ദേഷ്യത്തോടെ ജിഗ്നേഷിന് എന്ത് മറുപടി പറഞ്ഞെന്നാൽ, കഷ്ടപ്പെടണമെങ്കിൽ എന്താ നീ പറയുന്നത്? ചായ വിൽക്കുന്നവരെന്താ കഷ്ടപ്പെടുന്നില്ലേ? എന്റെ അമ്മയ്ക്ക് സുഖമില്ല, എന്നാലും നിങ്ങൾ രണ്ടുപേരുടെ അടുത്ത് ഞാൻ കാശ് ചോദിക്കാൻ വന്നിരുന്നോ? വന്നിട്ടില്ലല്ലോ. എടാ എന്തിനാ നീ ചൂടാവുന്നത്? ഞങ്ങൾ നിന്റെ അടുത്ത് എന്താ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ എപ്പോഴും നഗരത്തിലേക്ക് പോവുകയാണ്. ശരി ജോളി, ഞങ്ങൾ പോവുകയാണ്. നീ ഇവിടെ ചായ തന്നെ വിറ്റിക്കോ. രണ്ടുപേരും വീണ്ടും ഒരു വട്ടം ജോളിയെ കളിയാക്കിയിട്ട് അവിടെ നിന്നും പോയി. ജോളിക്ക് ആ ചായക്കടയിൽ ശരിക്കും വ്യാപാരം നടന്നില്ല. പിന്നെ അവന്റെ കയ്യിലും ഒട്ടും കാശില്ല. അവന്റെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാനും പറ്റിയില്ല. ജോളി ഒരുപാട് വിഷമിച്ചിരുന്നു. അപ്പോൾ അവന്റെ കടയിലേക്ക് ഒരു വയസ്സായ ആൾ വന്നു. അദ്ദേഹം കഴുത്തിൽ സ്വർണ്ണ ചെയിനും കണ്ണിൽ കറുപ്പ് കണ്ണാടിയും ഇട്ടിരുന്നു. ചേടാ എന്താ മോനെ, എന്തിനാ എത്ര ശോകമായിട്ടുള്ളത്? ശരി, സന്തോഷമായിട്ട് നിക്ക്. ഈ ദിവസം എൻജോയ് ചെയ്യൂ, എല്ലാം അറിഞ്ഞോളൂ. പിന്നെ എനിക്കൊരു ചായ താ. പക്ഷെ എന്റെ അടുത്ത് കാശില്ലല്ലോ. ജോളി ആ വയസ്സായ ആളിന് ചായ നൽകി. ആ വയസ്സായ ആൾ ജോളിയോട് എന്തു പറഞ്ഞെന്നാൽ, ഇവിടെ നോക്കും മോനെ, എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ നിനക്ക് എന്തോ ഒരു പ്രശ്നം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിന്റെ മുഖത്തില് ഒരു വിഷമം എനിക്ക് കാണുന്നുണ്ട്. ശരി, ഇപ്പൊ മൊത്തമുള്ള പ്രശ്നം എന്താ എന്റെ അടുത്ത് പറയൂ. ഞാൻ നിനക്ക് സഹായം ചെയ്തോളാം. നിങ്ങൾ എനിക്ക് സഹായം ചെയ്യുമോ? ആ തീർച്ചയായും. പക്ഷെ നീ കാര്യം എന്താ പറയണ്ടേ? ജോളി ആ വയസ്സായ ആളോട് നടന്നതെല്ലാം തന്നെ പറഞ്ഞു. ആ വയസ്സായ ആള് നടന്നതൊക്കെ കേട്ടിട്ട് എന്തു പറഞ്ഞെന്നാൽ, നീ ഒന്നും വിഷമിക്കേണ്ട, ഞാൻ നിന്നെ സഹായിച്ചോളാം. നിന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ഞാൻ ഇപ്പൊ തന്നെ എന്റെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചോളാം. ആ വയസ്സായ ആൾ തന്റെ രണ്ട് കൈയും കുമ്പിട്ട് മന്ത്രങ്ങൾ പറഞ്ഞു. അസ്തല പിസ്തല, എന്റെ ഫ്രണ്ട്സ് എവിടെ ഉണ്ടെങ്കിലും അവർ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വന്നേക്കണം. അസ്തല പിസ്തല. അപ്പോഴാണ് എവിടെ നിന്നോ പെട്ടെന്ന് ഒരു പശു അവിടേക്ക് വന്നത്. ജോളി ഇതൊക്കെ കണ്ടിട്ട് അതിശയിച്ചു പോയി. ആ വയസ്സായ ആൾ പശുവിനോട് എന്തു പറഞ്ഞെന്നാൽ, ഇനി മുതൽ നീ ജോളിയുടെ കൂടെ തന്നെ ഉണ്ടാവണം. ഇനി അവനെ എപ്പോഴും നീ സഹായിച്ചോണ്ടിരിക്കണം, മനസ്സിലായോ? ശരി. എന്ത്, ഈ പശു എങ്ങനെ ഇങ്ങോട്ട് വന്നത്? പിന്നെ ഇത് എങ്ങനെ സംസാരിക്കുന്നത്? ഫ്രണ്ട്സ്, ഞാൻ ഇവിടുന്ന് പുറപ്പെടേണ്ട സമയം വന്നു. നീ ഈ പശുവിനുള്ള പാല് വെച്ചിട്ട് നിന്റെ ചായ ഉണ്ടായിക്കോളൂ. പിന്നെ ഈ പശുവിന്റെ പാല് നീ ഉണ്ടാക്കുന്ന ചായനെക്കാട്ടും വളരെ കൂടുതലാണ്. പിന്നെ നിന്റെ ഡ്രസ്സ് ഇടുന്ന ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയേക്കണം. കുറച്ച് പുതിയ സ്റ്റൈലിൽ നീ ഡ്രസ്സ് ഇട്ടേക്കേ. ശരി, ഇപ്പൊ ഞാൻ പുറപ്പെടുകയാണ്. ആ വയസ്സായ ആൾ അവിടെ നിന്നും പോയി. ജോളി ആ പശുവിനെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അടുത്ത ദിവസം അതിന്റെ പാല് കറന്ന് തന്റെ കടയിലേക്ക് വന്ന് ചായ ഇടാൻ തുടങ്ങി. അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത്, ആ പാലല്ലായിരുന്നു, അത് റബഡിയാണ്. ജോളി തന്റെ സ്റ്റൈലും മാറ്റി. പിന്നെ കടയിൽ ജോളിയുടെ റബഡി ചായ എന്ന് പേരിട്ടു. റബഡി ചായ വാങ്ങിച്ചോളൂ. റബഡി ചായ, ഇതുപോലുള്ള ചായ നിങ്ങൾ എവിടെയും കുടിച്ചിട്ടേ ഉണ്ടാവില്ല. അപ്പോഴാണ് അതുവഴി വന്ന ഒരു സ്ത്രീ റബഡി ചായ എന്നത് കേട്ടത്. അതെന്താണ് റബഡി ചായ? എന്റെ ചേച്ചി, ഇത് ജോളിയുടെ റബഡി ചായയാണ്. ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് കുടിച്ചു നോക്കുന്നേ. ശരിയെന്നാ ഒരു റബഡി ചായ തരൂ. അത് എങ്ങനെയുണ്ടെന്ന് കുടിച്ചു നോക്കട്ടെ. ജോളി ചായ ഇട്ട അമ്മയുടെ കയ്യിൽ നൽകി. അവരാ റബഡി ചായ കുടിച്ചിട്ട് എന്തു പറഞ്ഞെന്നാൽ, അല്ല, ഇതിനു മുൻപ് ഇത്രയും രുചികരമായ ചായ ഞാൻ കുടിച്ചിട്ടേ ഇല്ല. ഈ ചായ വളരെ നന്നായിരിക്കുന്നു. ജോളിക്കുട്ട, വീണ്ടും ഒരു റബഡി ചായ താ. ഇപ്പൊ തന്നെ നന്നേക്കാം. പതുക്കെ പതുക്കെ ജോളിയുടെ റബഡി ചായ ആ ഗ്രാമം മൊത്തം പ്രസിദ്ധമായി. ജോളി തന്റെ അമ്മയുടെ ചികിത്സയും നടത്തി. ജോളി ആ ഗ്രാമത്തിൽ എല്ലാരെക്കാളും വലിയ പണക്കാരനായി.
അതും വെറും ചായ കച്ചവടം ചെയ്ത്. പിന്നെ മറ്റൊരു വശത്ത് അവന്റെ കൂട്ടുകാർ സമ്രാട്ട് പിന്നെ ജിഗ്നേഷ്. ഏത് കമ്പനിയിലാണോ അവർ ജോലി ചെയ്തത് ആ കമ്പനി മൂടിപ്പോയി. അതുകൊണ്ട് അവർ രണ്ടുപേർക്കും അവരുടെ ജോലി നഷ്ടപ്പെട്ടു. പിന്നെ അവർ രണ്ടുപേരും തിരികെ അവരുടെ ഗ്രാമത്തിലേക്ക് തന്നെ വന്നു. ഗ്രാമത്തിലേക്ക് വന്നതും തന്നെ അവർ രണ്ടുപേരും മാറി മാറി പറഞ്ഞു, ചേടാ എനിക്ക് വലിയ പ്രശ്നം തന്നെ ആയടാ. ഇപ്പൊ നമുക്ക് ആരടാ ജോലി തരിക? എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ജോലി കിട്ടിയത്. എല്ലാ കഷ്ടം ഇങ്ങനെ വീണായിട്ട് പോയല്ലോ. ശരി വാ, പാവം നമുക്ക് ആ ജോളിന്റെ അടുത്ത് പോയി ചായ കുടിച്ചേക്കാം. നമുക്ക് അവന്റെ സ്ഥിതി കണ്ടാൽ നമുക്ക് കുറച്ച് സമാധാനങ്ങളുണ്ടാവും. സമ്രാട്ടും ജിഗ്നേഷും രണ്ടുപേരും ജോളിയുടെ കടയിലേക്ക് ചായ കുടിക്കാനായി ചെന്നു. അവിടെ ചെന്ന് അവർ നോക്കിയപ്പോൾ ജോലിയുടെ കട വളരെ വലുതായിരുന്നു. രണ്ടുപേരും സ്തംഭിച്ചു പോയി നിന്നു. പിന്നെ ജോളിയോട് ചെന്ന് അവർ എന്തു പറഞ്ഞെന്നാൽ, എടാ ജോളി, നിന്റെ ചായ കടന്ത ഇത്രയും വലുതായിട്ടുണ്ടല്ലോ. സത്യം പറ, നിനക്ക് ഇത്രയും കാശ് എവിടുന്നാണ് വന്നിരിക്കുന്നത്? എന്തിനാ അങ്ങനെ ചോദിക്കുന്നത്? നിങ്ങൾ എന്താണ് വിചാരിച്ചത്? ഒരു ചായ കടക്കാരൻ ചായ വിറ്റിട്ട് പണക്കാരനാവാൻ പറ്റില്ലേ? ഇത് എല്ലാ കാര്യവും ഞാൻ ചായ വിറ്റിട്ടാണ് ഉണ്ടാക്കിയത്. സമ്രാട്ടിന്റെയും ജിഗ്നേഷിന്റെയും മനസ്സിൽ ജോളിയുടെ ഈ അവസ്ഥ കണ്ടിട്ട് അസൂയ തോന്നാൻ തുടങ്ങി. ജോളി അവർക്ക് റബടി ചായ ഇട്ട് കൊടുത്തു. രണ്ടുപേരും റബടി ചായ കുടിച്ചു. അത് കുടിച്ചതും സമ്രാട്ട് ജോളിയോട് പറഞ്ഞു, ജോളി, ഞാൻ ഈ റബടി ചായ കുടിച്ചിട്ടേ ഇല്ല. പിന്നെ ഒരു മുഴു വിശ്വാസത്തോടെ ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം പറയാം. പിന്നെ ഇതിനെക്കാട്ടും ഒരു നല്ല ചായ ലോകത്തിലെ വേറെ എവിടെയും ഞാൻ കുടിച്ചിട്ടില്ല. ഓ, ഇത് കുടിച്ചതിന് ശേഷം മനസ്സിന് വളരെ നിമ്മതിയായിട്ടുണ്ട്. ജോളി, ഞങ്ങൾ നിന്റെ പഴയ ഫ്രണ്ട്സ് ആണ്. ഞങ്ങളെന്തെങ്കിലും പറയടാ, നീ എങ്ങനെയാണ് ഈ റബടി ചായ ഉണ്ടാക്കുന്നത്? ജോളി അവർ രണ്ടുപേരോടും ആ മാന്ത്രിക പശുവിനെ കുറിച്ച് പറഞ്ഞു. സമ്രാട്ടും ജിഗ്നേഷും ആ റബടി ചായ കുടിച്ചിട്ട് അവിടെ നിന്നും പോയി. പിന്നെ വഴിയരികിൽ നിന്ന് രണ്ടുപേരും മാറി മാറി എന്തു പറഞ്ഞെന്നാൽ, ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കൂ സമ്രാട്ട്. ഇതിന് ശേഷം നമുക്ക് ജോലി കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമേ ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അവന്റെ അടുത്ത് എന്തോ ഒരു മായ പശു ഉണ്ടെന്ന് പറഞ്ഞ നീ കേട്ടതല്ലേ? അത് നമ്മൾ വേഗം തന്നെ പോയിട്ട് അന്ന് കട്ടുകൊണ്ടുപോകണം. ഇതൊക്കെ നീ ചോദിക്കേണ്ട കാര്യമാണോ? എന്റെ മനസ്സിൽ ഇതേ കാര്യം തന്നെ ഓടിക്കൊണ്ടിരുന്നത്. എന്നെ കൊണ്ട് എപ്പോഴും ഈ കാര്യം ജീർണിക്കാനേ പറ്റുന്നില്ല. അതായത് 10 ഫെയിലായവൻ നമ്മളെ കാട്ടും മുന്നോട്ട് പോകുന്നുണ്ടെന്നോ? ഇന്ന് രാത്രി തന്നെ അവൻ കെട്ടിവെച്ചിരിക്കുന്ന അവന്റെ പശുവിന്റെ അടുത്ത് പോയിട്ട് അവന്റെ പശു നമുക്ക് മോഷ്ടിച്ചു കൊണ്ടുപോവാം. രണ്ടുപേരും ആ പശുവിനെ മോഷ്ടിക്കണമെന്നുള്ള ഗൂഢാലോചന മെനഞ്ഞു. രാത്രിയായി. സമ്രാട്ടും ജിഗ്നേഷും രണ്ടുപേരും ജോളിയുടെ പശുത്തൊഴുത്തിലേക്ക് ചെന്നു. അവിടെ ആ മാന്ത്രിക പശു ഉറങ്ങുകയായിരുന്നു. നോക്ക്, ആ പശു എവിടെയാണ് ഉള്ളത്? അതാണ് ഇങ്ങനെ റബടി പോലെ പാല് കൊടുക്കുന്നത്. ജിഗ്നേഷ് മുൻപോട്ട് ചെന്നു. പിന്നെ കെട്ടിയിട്ടിരുന്ന ആ പശുവിന്റെ കയറഴിച്ച് ആ പശുവിനെ വലിച്ചു കൊണ്ടുപോകാൻ തുടങ്ങി. അപ്പോഴാണ് അത് ഉറക്കത്തിൽ നിന്നും എണീറ്റത്. അവർ രണ്ടുപേരെയും നോക്കി എന്തു പറഞ്ഞെന്നാൽ, എത്ര ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എന്നെ വന്ന് മോഷ്ടിക്കും. രണ്ടുപേരും ഞെട്ടിപ്പോയി. നീ നിന്നെ കൊണ്ട് സംസാരിക്കാൻ പറ്റുമോ? ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? ആകാശത്താണ് കാറ്റാടി പറക്കുന്നത്. പക്ഷെ കയറ് താഴെയുള്ള മനുഷ്യന്റെ കയ്യിലാണ് ഉള്ളത്. മനുഷ്യന്റെ കയ്യിൽ നിന്നും ആ കയറ് വിട്ടുപോയാൽ ആ കാറ്റാടി കയറ് പൊട്ടി ആകാശത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റാൻ തുടങ്ങും. പിന്നെ അത് താഴേക്ക് വീഴും. നിങ്ങൾ ആ പൊട്ടിയ കാറ്റാടിയെ പോലെയാണ്. പിന്നെ ജോളി ആ കയറ് വെച്ചിരിക്കുന്ന ആള് പോലെയാണ്. ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ രണ്ടുപേരും ജോലി വിട്ട് പുറത്താക്കിയതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും നിന്നെ മോഷ്ടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾ നിന്നെ മോഷ്ടിച്ചിട്ട് ഞങ്ങളുടെ റബടി ചായ കട തുടങ്ങാന്ന് വിചാരിച്ചു. ഞങ്ങളോട് ക്ഷമിക്കണം. അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പുറകിൽ നിന്നും ജോളി വന്നു. പിന്നെ അവരോട് അവൻ പറഞ്ഞു, നിങ്ങൾ സംസാരിക്കുന്നതെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങളെ ജോലി വിട്ടിട്ട് അവർ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ കാര്യം എന്റെ അടുത്ത് പറയാത്തത്? ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കൂ. എന്തായാലും ഫ്രണ്ട്സ് എത്ര വലിയ മനുഷ്യന്മാരായിട്ട് മാറിയാലും ഫ്രണ്ട്സ് ആയിട്ടേ കാണുള്ളൂ. മനസ്സിലായോ സമ്രാട്ട് ജിഗ്നേഷ്? ഞങ്ങളോട് ക്ഷമിക്കണം ജോളി. ഞങ്ങൾ നിന്നെ വളരെ ചെറുതായിട്ടാണ് വിചാരിച്ചത്. ഞങ്ങളൊന്ന് സഹായിക്കൂ ജോളി. ഞങ്ങളടുത്താണെങ്കിൽ ഒരു ജോലിയും ഇല്ല. ഇത്രയേ ഉള്ളൂ കാര്യം. ശരി, വരൂ. നാളെ രാവിലെ തൊട്ട് എന്റെ കടയിൽ തന്നെ വന്നേക്ക്. ജോളി സമ്രാട്ടിനെയും ജിഗ്നേഷിനെയും തന്റെ കടയിൽ ജോലിക്ക് നിർത്തി. അവർ രണ്ടുപേർക്കും അവർ ജോലി ചെയ്ത കമ്പനിയിൽ കൊടുത്ത ശമ്പളത്തിനേക്കാളും അധികം നൽകി.